കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അനാട്ടമി, ഫിസിയോളജി, അതുപോലെ പത്തോളജിക്കൽ കണ്ടീഷൻസ്, ഇതെല്ലാം ഇനി ഒരു സീരീസായിട്ട് വീഡിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസിക് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഒരു നോർമൽ അഡൾട്ട് ഹ്യൂമൻ ഹാർട്ടിൻ്റെ വെയിറ്റ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. 250 to 350 grams ആണ് ഒരു അഡൾട്ട് ഹ്യൂമൻ ഹാർട്ടിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നൊരു കാര്യമാണ്, ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്, 2 ഏട്രിയയും 2 വെൻട്രിക്കിൾസും. ഇനി ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് ഏത് ആർട്ടറി ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. കൊറോണറി ആർട്ടറി ആണ് നമ്മുടെ കാർഡിയാക് മസിൽസിന് ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ബേസിക് പമ്പിങ് യൂണിറ്റ് ആണ്. അതുപോലെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ബ്ലഡിനെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓർഗനാണ് ഹാർട്ട്. പക്ഷേ ഈ ഹാർട്ടിന് ആരാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഏത് ആർട്ടറിയാണ് സപ്ലൈ ചെയ്യുന്നത്? അതാണ് കൊറോണറി ആർട്ടറി. ഇനി 2 ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്, സുപ്പീരിയർ വീന ക്യാവ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ. അപ്പോൾ ഇത് രണ്ടും വീന സിസ്റ്റംസ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുക. അവിടെ ഹാർട്ടിൽ നിന്നത് ലങ്സിലേക്ക് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നു. അതാണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്പീരിയർ വീന ക്യാവേനെ പറ്റി പർട്ടിക്കുലർലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് സുപ്പീരിയർ വീന ക്യാവ. മെയിൻലി ഹെഡ് ആൻഡ് നെക്ക് റീജിയണിലുള്ള ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി ഇൻഫീരിയർ വീന ക്യാവ എന്ന് പറഞ്ഞാൽ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി, അതായത് ബിലോ ദ നെക്കാണ് ഇവിടെ നമ്മൾ ബിലോ ദ നെക്ക് ആ ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് ഇൻഫീരിയർ വീന ക്യാവ. അപ്പോൾ ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഒരു അഡൾട്ട് ഹ്യൂമൻ ഹാർട്ടിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 250 to 350 grams ആണ്. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്, 2 ഏട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾസ്. പിന്നെ ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് കൊറോണറി ആർട്ടറി ആണ്. പിന്നെ നമ്മുടെ ബോഡിയുടെ ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് വീന ക്യാവ. അതാണ് സുപ്പീരിയർ വീന ക്യാവ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ. ഇനി പറയുന്നതാണ് ഹാർട്ടിൻ്റെ സർക്കുലേഷൻ. നമുക്കറിയാം ഹാർട്ടിൽ ഡബിൾ സർക്കുലേഷനാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് നമ്മളൊരൊറ്റ ഫ്ലോ ചാർട്ടിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോഡിയുടെ ഇംപ്യൂർ ബ്ലഡ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ പല പാർട്സിൽ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുമ്പോൾ അവിടെ ഇടയിൽ ഒരു വാൽവ് കാണുന്നുണ്ട്, അതാണ് ട്രൈക്യുസ്പിഡ് വാൽവ്. അത് ഓർക്കുക. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈക്യുസ്പിഡ് വാൽവ്. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പോകുന്നത് പൾമണറി ആർട്ടറിയിലേക്കാണ്. അപ്പോൾ പൾമണറി ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? ലങ്സിലേക്കാണ്. അപ്പോൾ ഇതിനൊരു പർപ്പസ് ഉണ്ട്. അതായത് നമ്മുടെ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ വഴി വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ ബ്ലഡാണ്. നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത ഇംപ്യൂർ ബ്ലഡിനെയാണ് റൈറ്റ് ഏട്രിയം വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കയറി പൾമണറി ആർട്ടറി ലങ്സിലേക്ക് വിടുന്നത്. അപ്പോൾ ഇവിടെ വിടുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓക്സിജനേഷൻ ചെയ്യുക. ഓക്സിജനേഷൻ പ്രോസസ്സാണ് ഇവിടെ മെയിനായിട്ടും നടക്കുന്നത്. അപ്പോൾ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫർദർ പോകുന്നത് പൾമണറി വെയിൻസിലേക്കാണ്. അവിടെ നിന്ന് പൾമണറി വെയിൻസിൽ നിന്ന് അത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് പോകുന്നത്. അതിനിടയിലും ഒരു വാൽവ് കാണുന്നുണ്ട്, അതാണ് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്നതിനെ വിളിക്കുന്നു. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് വെസലിലേക്കാണ് അത് എൻ്റർ ചെയ്യുന്നത്, അതാണ് അയോട്ട. അയോട്ടയിൽ നിന്നാണ് നമ്മുടെ ബോഡിയുടെ പല പാർട്സിലേക്ക് പ്യുവർ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത്.
ഇതിൻ്റെ അകത്ത് പൾമണറി സർക്കുലേഷനും വരുന്നുണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും വരുന്നുണ്ട്. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് അത് ലങ്സിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ചെന്നിട്ട് അതിന് ഓക്സിജനേഷൻ പ്രോസസ്സ് നടക്കുന്നു. അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫർദർ നമ്മുടെ ഹാർട്ടിലേക്ക് പൾമണറി വെയിൻസ് വഴി എൻ്റർ ചെയ്യുന്നു. അതാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയം വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് അതുവഴി അയോർട്ടയിലേക്ക് പോയി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സർക്കുലേഷൻസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡബിൾ സർക്കുലേഷനാണ് നമ്മുടെ ഹാർട്ടിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു മെക്കാനിസമാണ് നമ്മുടെ സർക്കുലേഷനിൽ നടക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ ഓർക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി 2 വാൽവുകളെ പറ്റി ഇവിടെ പറഞ്ഞു. അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ്. ഇതുപോലെ സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. ആ സെമി ലൂണാർ വാൽവ്സ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ സെമി ലൂണാർ വാൽവ് കാണുന്നുണ്ട്. അതുമാത്രമല്ല ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലും ഒരു വാൽവ് കാണുന്നുണ്ട്. അതാണ് സെമി ലൂണാർ വാൽവ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സർക്കുലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും കൂടി ഇവിടെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഏട്രിയം ഓപ്പൺസ് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ ബൈ ദ ട്രൈകസ്പിഡ് വാൽവ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. അതിന് 3 കസ്പാണ് അല്ലെങ്കിൽ 3 ഫ്ലാപ്സ് ആണ് കാണുന്നത്. ഇനി ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ബൈകസ്പിഡ് വാൽവ് വഴിയാണ്. ഇനി സെമി ലൂണാർ വാൽവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് മേജർ ബ്ലഡ് വെസൽസിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ കാണുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസെൻട്രിക് ഷേപ്പാണ്. സെമി ലൂണാർ വാൽവ്സിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസെൻട്രിക് ഷേപ്പാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടെ ഇവിടെ പഠിക്കാനുണ്ട്. കോഡേ ടെൻഡിനെ. കോഡേ ടെൻഡിനെ എന്ന് പറഞ്ഞാൽ പാപ്പിലറി മസിൽസ് ഓഫ് ഹാർട്ടിൽ നിന്ന് എറേസ് ചെയ്യുന്ന ഒരു സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാൽവിൻ്റെ ഫ്ലാപ്സിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഡേ ടെൻഡിനെ. കോഡേ ടെൻഡിനെ എന്ന് പറഞ്ഞാൽ പാപ്പിലറി മസിൽസിൽ നിന്ന് എറേസ് ചെയ്യുന്ന പ്രൊജക്ഷൻസ് ആണ്. അത് നമ്മുടെ വാൽവിൻ്റെ ഫ്ലാപ്സിനെ ഹോൾഡ് ചെയ്ത് പൊസിഷനിൽ നിർത്തുന്നതാണ് കോഡേ ടെൻഡിനയുടെ ഫങ്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെയേഴ്സ് ഓഫ് ഹാർട്ടാണ്. ലെയേഴ്സ് ഓഫ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന് 3 ലെയേഴ്സാണ് പറയുന്നത്. പെരികാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ അത് ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ഹാർട്ടാണ്. അതിനെ തന്നെ നമുക്ക് 2 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഔട്ടർ ഫൈബ്രസ് ലെയറും ഇന്നർ സിറസ് ലെയറും. അപ്പോൾ ഹാർട്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് പെരികാർഡിയം. അത് തന്നെ വീണ്ടും ഔട്ടർ ഫൈബ്രസും ഉണ്ട്, ഇന്നർ സിറസ് ലെയറും ഉണ്ട്. ഇനി ഇന്നർ സിറസ് ലെയറിൻ്റെ അകത്ത് വീണ്ടും പെറൈറ്റൽ ലെയറും വിസറൽ ലെയേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പെറൈറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. വിസറൽ ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡായിട്ട് കാണുന്നതായിരിക്കും. അതായത് ഹാർട്ടുമായിട്ട് ക്ലോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നത് വിസറൽ ലെയർ ആയിരിക്കും. അപ്പോൾ വിസറൽ ലെയർ ഓഫ് സിറസ് പെരികാർഡിയം ഈസ് കോൾഡ് ആസ് എപ്പികാർഡിയം. അപ്പോൾ നമ്മുടെ വിസറൽ ലെയർ ഓഫ് സിറസ് പെരികാർഡിയത്തിനെ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹാർട്ടിന് 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പെരികാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. അതിൽ പെരികാർഡിയത്തിന് തന്നെ വീണ്ടും 2 ഡിവിഷൻസ് ഉണ്ട്. ഔട്ടർ ഫൈബ്രസും ഇന്നർ സിറസും. ഇനി ഇന്നർ സിറസ് ലെയറിനെ എഗെയിൻ നമുക്ക് 2 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. പെറൈറ്റൽ ലെയർ ആൻഡ് വിസറൽ ലെയർ. അതിലെ വിസറൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. ഇനി രണ്ടാമത്തെ ലെയറാണ് മയോകാർഡിയം. മയോകാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസ് കാണുന്നത്. മസിൽസ് ഓഫ് കൺട്രാക്റ്റൈൽ യൂണിറ്റ്, പിന്നെ അതുപോലെ പേസ് മേക്കർ ആൻഡ് കണ്ടക്റ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം മയോകാർഡിയൽ ലെയറിലാണ് കാണപ്പെടുന്നത്. ഇനി എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ ആ ലെയർ നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ലെയറാണ് എൻഡോകാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് എൻഡോകാർഡിയമാണ്. ഇതാണ് ഹാർട്ടിൻ്റെ 3 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഡിയാക് മസിൽസിനെ പറ്റിയാണ്. കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള
കോൺഷ്യസ് ആക്ഷൻസ് വഴിയല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇൻവോളണ്ടറി ആണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻവോളണ്ടറിയുമാണ്, സ്ട്രയേറ്റഡുമാണ്. സ്ട്രയേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ ഇതതിൻ്റെ പ്രത്യേകതകളാണ്, ഇൻവോളണ്ടറി, സ്ട്രയേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ്. പിന്നെ കാർഡിയാക് മസിൽസിന് മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. അത് മാത്രമല്ല അതിങ്ങനെ ആങ്കറിങ് സ്ട്രക്ചേഴ്സും കൂടെയാണ്, അതായത് അതിനെ ഹോൾഡ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാപ്പ് ജംഗ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർകലേറ്റഡ് ഡിസ്കുകളുടെ ഇടയിലായിട്ട് തന്നെ ഗ്യാപ്പ് ജംഗ്ഷൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഡിയാക് മസിൽസിന് ഒരേപോലെ തന്നെ, അതായത് ഒരേ പേസിൽ തന്നെ കൺട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ഫങ്ഷണൽ സിൻസീഷ്യമായിട്ട് കൺട്രാക്റ്റ് ചെയ്യാനായിട്ട് കാർഡിയാക് മസിൽസിന് സാധിക്കുന്നു. അത് ഈ ഇൻ്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് അത് സാധിക്കുന്നത്. കാരണം നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഓർഗനാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ മസിൽസൊക്കെ ഒരു കോർഡിനേറ്റഡ് ഫാഷനിൽ വേണം കൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്.